ഗ്രഹങ്ങളുടെ രാജാവായി അറിയപ്പെടുന്നു സൂര്യൻ. ഒരു വ്യക്തിയുടെ ജാതകത്തിൽ സൂര്യന്റെ സ്ഥാനം എന്നത് ആത്മവിശ്വാസം, ആരോഗ്യം എന്നിവയെ സൂചിപ്പിക്കുന്നു. ജാതകത്തിൽ സൂര്യൻ ശക്തനായ വ്യക്തിക്ക് സമൂഹത്തിൽ ആദരവ്, അംഗീകാരം തുടങ്ങിയവ ലഭിക്കും. സർക്കാർ സംബന്ധമായ ജോലികൾക്കും ഉന്നത പദവിയിലുള്ള ജോലികൾക്കും സൂര്യന്റെ അനുഗ്രഹം ആവശ്യമാണ്. സൗന്ദര്യം, പ്രണയം, ഭൗതിക സുഖങ്ങൾ എന്നിവയുടെ കാരകനായ ശുക്രൻ ജീവിതത്തിലെ സന്തോഷങ്ങളെയും കലാപരമായ അഭിരുചികളെയും ശുക്രൻ നിയന്ത്രിക്കുന്നു. ശുക്രൻ ജാതകത്തിൽ അനുകൂലമായ വ്യക്തികൾക്ക് കലാപരമായ കഴിവുകളുണ്ടാകും. നല്ല വീട്, വാഹനം, സമാധാനപരമായ കുടുംബജീവിതം എന്നിവ ശുക്രന്റെ സ്വാധീനത്താൽ ലഭിക്കുന്നു. അത്തരത്തിൽ ജ്യോതിഷത്തിലെ വളരെ പ്രധാനമായ യോഗങ്ങളിലൊന്നായ ശുക്രാദിത്യ രാജയോഗം ചില നക്ഷത്രക്കാർക്ക് ഗുണപരമായ നേട്ടങ്ങൾ കൊണ്ടുവരുന്നു. ജ്യോതിഷത്തിൽ സൂര്യനും ശുക്രനും ഒരുമിച്ച് വരുമ്പോഴാണ് സവിശേഷ യോഗമായ ശുക്രാദിത്യ യോഗം ഉണ്ടാകുന്നത്. സൂര്യൻ അധികാരം, ശുക്രൻ ഐശ്വര്യം എന്നിവ പ്രദാനം ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഈ സംയോജനം വ്യക്തികൾക്ക് ഭൗതിക നേട്ടങ്ങൾ പ്രദാനം ചെയ്യുന്നു. പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി ഈ നക്ഷത്രക്കാർക്ക് വളരെ വലിയ നേട്ടങ്ങളാണ് ജീവിതത്തിൽ കാത്തിരിക്കുന്നത്. ആഡംബര വസ്തുക്കൾ, വീട്, വാഹനം എന്നിവ സ്വന്തമാക്കാൻ ഭാഗ്യം ലഭിക്കുന്നു. ഏറെക്കാലമായി ആഗ്രഹിച്ചിരുന്ന സ്വപ്നതുല്യമായ വീട് സ്വന്തമാക്കാൻ ഭാഗ്യം ലഭിക്കുന്നു. പുതിയ വരുമാന സ്രോതസ്സുകൾ രൂപപ്പെടും. ചിട്ടി, ലോട്ടറി പോലുള്ള ഭാഗ്യ പരീക്ഷണങ്ങൾക്ക് അനുകൂല സമയമാണ്. മുടങ്ങിക്കിടന്ന പണം തിരികെ ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്ന ദുഃഖദുരിതങ്ങൾക്ക് ഒരു ശമനം ലഭിക്കാൻ പോകുന്ന ഒരു സമയം കൂടിയാണ്. നിക്ഷേപങ്ങൾക്ക് അനുകൂലമായ സമയമാണ്. നിലവിലുള്ള ജോലിയിൽ നിന്നും സ്ഥാനക്കയറ്റമോ ശമ്പള വർധനവോ ഉണ്ടാകുന്നു. ബിസിനസ് മേഖലയിലുള്ളവർക്ക് വളരെ വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്നു. ലാഭം വർദ്ധിക്കുന്നു. സമൂഹത്തിൽ ആദരവ്, അംഗീകാരം എന്നിവ ലഭിക്കുന്നു. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തി ലഭിക്കുന്നു. കുടുംബങ്ങളുമായി നിലനിന്നിരുന്ന പിണക്കങ്ങളൊക്കെ പരിഹരിക്കപ്പെടുന്നു. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കൈവരുന്നു. അടുത്ത നക്ഷത്രം മകയിരം, തിരുവാതിര, പുണർദം. ശുക്രാദിത്യ യോഗം ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ ഗുണാനുഭവങ്ങൾ കൊണ്ടുവരുന്നു. സാമ്പത്തികപരമായ നേട്ടം ഈ നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നു. തടസ്സപ്പെട്ട് കിടന്ന പല പദ്ധതികളും നടപ്പിലാക്കുന്നു. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധിയും പരിഹരിക്കാൻ ഈ യോഗത്തിലൂടെ ഭാഗ്യം ലഭിക്കുന്നു. പുതിയ വരുമാന സ്രോതസ്സുകളിൽ നിന്ന് പണം ലഭിക്കുന്നു. പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനും സ്ഥാനക്കയറ്റത്തിനുമുള്ള സാധ്യതയുണ്ട്. ബിസിനസ് മേഖലയിലുള്ളവർക്ക് പുരോഗതി. ജീവിതത്തിലുണ്ടായിരുന്ന കഷ്ടപ്പാടുകൾക്ക് ഒരു ശമനം വരാൻ പോകുന്ന സമയമാണ്. ഈ യോഗം നിങ്ങൾക്ക് സാമ്പത്തികപരമായി ഉയർച്ചയുണ്ടാക്കുന്നു. അപ്രതീക്ഷിത വരുമാന സ്രോതസ്സുകളിൽ നിന്നും ലാഭമുണ്ടാകുന്നു. നിങ്ങളുടെ സംസാര ശൈലി മറ്റുള്ളവരെ ആകർഷിക്കും. സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മികച്ച അവസരങ്ങൾ ലഭിക്കും. വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്കുണ്ടായിരുന്ന പഴയ നിക്ഷേപങ്ങളിൽ നിന്നും ലാഭം ഉണ്ടാകുന്നു. അടുത്ത നക്ഷത്രം ചിത്തിര, ചോതി, വിശാഖം. ഈ നക്ഷത്രക്കാർക്ക് ശുക്രാദിത്യ യോഗം വളരെ അനുകൂലമായ പല നേട്ടങ്ങളും കൊണ്ടുവരുന്നു. ശുക്രനും സൂര്യനും സംഗമിക്കുമ്പോഴുണ്ടാകുന്ന ഈ യോഗം വ്യക്തി ജീവിതത്തിലും ഔദ്യോഗിക ജീവിതത്തിലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. ഈ യോഗം സാമ്പത്തികമായി വളരെ നേട്ടങ്ങൾ കൊണ്ടുവരുന്നു. തൊഴിൽ മേഖലയിലും ബിസിനസ് മേഖലയിലും വൻ ലാഭമുണ്ടാകുന്നു. പുതിയ വരുമാന മാർഗങ്ങൾ തുറക്കപ്പെടാനും ഈ യോഗം സഹായിക്കും. ജോലിയില്ലാതെ വിഷമിക്കുന്നവർക്ക് പുതിയ ജോലി ലഭിക്കാനും നിലവിൽ ജോലിയുള്ളവർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കാനും സാധ്യത. ശമ്പള വർധനവ് തുടങ്ങിയ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്നു. രാഷ്ട്രീയത്തിലും പൊതുപ്രവർത്തനം ചെയ്യുന്നവർക്കും സമൂഹത്തിൽ അംഗീകാരം ലഭിക്കുന്നു. കൂടാതെ ജനസമ്മതി വർദ്ധിക്കുകയും നേതൃസ്ഥാനങ്ങളിലെത്താനും ഈ രാജയോഗം വഴിയൊരുക്കും. പങ്കാളിയുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാകും. കുടുംബത്തിൽ ഐശ്വര്യം വന്നു ചേരും. വിവാഹം ആലോചിക്കുന്നവർക്ക് അനുയോജ്യമായ ബന്ധങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്.